സുപ്രീം കോടതി വരെ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നു. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഡിസല്യൂഷൻഡായ ആൾക്കാർ പല സ്ഥലത്ത് വോട്ട് ചെയ്യും. അതിൽ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചാൽ ബി ജെ പിക്ക് വൻ പുരോഗതി. അവർ അധികാരത്തിൽ വരുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ 26 അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും. ബട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലോ അതിൻ്റെ വ്യത്യാസം കാണാനുണ്ടാവും. വോട്ടർമാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ഡി എഫിനും ബി ജെ പിക്കുമായിട്ട് ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന വോട്ടുകൾ വിഭജിച്ച് പോയി എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാക്ചേർഡ് വെർഡിക്റ്റ് ആയിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത്. എന്ന് വെച്ചാൽ കുറേ പഞ്ചായത്ത് ഇയാൾക്ക്, കുറേ മുനിസിപ്പാലിറ്റി അയാൾക്ക്, കുറേ കോർപ്പറേഷൻ ഇയാൾക്ക്, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിലെത്താൻ പറ്റാത്ത ഒരു വെർഡിക്റ്റ് ഉണ്ടാകും. അതിനർത്ഥം വോട്ടർമാർ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. 26 നിയമസഭ വന്നു കഴിയുമ്പോഴത്തേക്ക് വോട്ടർമാർ ഏകദേശം ഉറപ്പിക്കും ആരെ എന്ത് ചെയ്യണം. അതിനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന് ബി ജെ പിയോ യു ഡി എഫോ തെളിയിക്കണം. ഈ വോട്ടർമാർക്ക് ഞങ്ങളാണ് ഇതിന് പകരം വയ്ക്കാനുള്ളവർ എന്ന് തെളിയിക്കാൻ സാധിക്കുന്നവർക്ക് വിജയം ഏകദേശം ഉറപ്പിക്കാൻ 2026. അത് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മൈനർ സീറ്റുകൾക്ക് പിണറായി തന്നെ വീണ്ടും വന്നൊന്നും വരാം. ഇപ്പോൾ ഇറ്റ് ഈസ് ടു ഏർലി. തിരഞ്ഞെടുപ്പുകളൊക്കെ കുറേ കാലമുണ്ടല്ലോ ഇനിയും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കുകയും മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.